Hello my dear students, how are you all? Silence സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? I hope you all are safe and fine at home. So we are going with the digital presentation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലൈഡ്സ് കോപ്പി ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും വരെ കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിലീറ്റിംഗ് സ്ലൈഡ്സ്. സോ സ്ലൈഡ്സ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത് സിമ്പിളാണ്. ഏത് സ്ലൈഡാണോ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ലൈഡ് സെലക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് ദി മൗസ് ബട്ടൺ. Then one drop down list will appear. From that list select the option delete slide. Okay, simple ആയി സ്ലൈഡ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ആ സ്ലൈഡ് ഡിലീറ്റ് ആയിപ്പോൾ. ഇതല്ലാതെ we have one more option which is that press the delete button from the keyboard. Select the desired slide which you want to delete, then press the delete button from the keyboard. കീബോർഡിൽ നിന്ന് ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ നമ്മുടെ സ്ലൈഡ് ഡിലീറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റീനെയിമിങ് എ സ്ലൈഡ്. അതായത് നേരത്തെ കൊടുത്ത സ്ലൈഡിൻ്റെ പേര് നിങ്ങൾക്ക് തോന്നി, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് റീനെയിമിങ്. അപ്പോൾ ഏത് സ്ലൈഡാണോ നമുക്ക് റീനെയിം ചെയ്യേണ്ടത്, സെലക്ട് ദാറ്റ് പെർട്ടിക്കുലർ സ്ലൈഡ്, റൈറ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് സ്ലൈഡ്, ദെൻ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻ വിൽ കം. ഫ്രം ദാറ്റ് ഓപ്ഷൻസ് സെലക്ട് ദി ഓപ്ഷൻ റീനെയിം സ്ലൈഡ്. റീനെയിം കൊടുത്തു കഴിയുമ്പോൾ റീനെയിം ചെയ്യാനുള്ള ബോക്സ് നമുക്ക് വരും. സ്ലൈഡ് 2 എന്നായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന പേര്. അത് നമുക്ക് ടൈറ്റിൽ സ്ലൈഡെന്നോ അല്ലെങ്കിൽ കണ്ടൻറ് സ്ലൈഡെന്നോ പിക്ചർ സ്ലൈഡ് എന്ത് പേരാണ് നിങ്ങൾക്ക് അവിടെ കൊടുക്കുക. ആ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ കണ്ടൻറ്റ് കോപ്പി ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ്. കോപ്പി ചെയ്യാനും മൂവ് ചെയ്യാനും നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ ഷോർട്ട് കട്ട് കീ പഠിക്കുന്നുണ്ട്. സോ ദ ഷോർട്ട് കട്ട് കീ ഫോർ കോപ്പിയിങ് ദ ടെക്സ്റ്റ് ഫ്രോം എ പെർട്ടിക്കുലർ പൊസിഷൻ ഈസ് Ctrl+C ആൻഡ് കട്ട് ഓപ്ഷൻ ഈസ് Ctrl+X. കട്ട് ചെയ്യാൻ Ctrl+Xും കോപ്പി ചെയ്യാൻ Ctrl+Cയുമാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റാണോ മൂവ് ചെയ്യിക്കേണ്ടത് അല്ലെങ്കിൽ കട്ട് ചെയ്യാം. കോപ്പി ചെയ്യുമ്പോഴും മൂവ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താ? കോപ്പി ചെയ്താൽ സോഴ്സ് പൊസിഷനിലും ഡെസ്റ്റിനേഷൻ പൊസിഷനിലും സെയിം കണ്ടൻറ്റ് ഉണ്ടാവും. മൂവ് ആണെങ്കിൽ എന്താ, സോഴ്സിൽ നിന്ന് ആ കണ്ടൻറ്റ് പോവും. നമ്മൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യിച്ചത് ആ ഡെസ്റ്റിനേഷനിൽ മാത്രമേ കണ്ടൻറ്റ് ഉണ്ടാവൂ. അത് ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസ് നമ്മൾ ചാർട്ടിൽ ഇൻസേർട്ട് ചെയ്ത ആരോസ്, സർക്കിൾസ്, അങ്ങനെ പോലത്തെ സിമ്പിൾസ് എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ കോപ്പി ചെയ്യാനും മൂവ് ചെയ്യിക്കാനും പറ്റും. ഈ പ്രസൻറ്റേഷൻ നമ്മൾ എന്തെങ്കിലും പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് മൂവ് ചെയ്യിക്കാം. അതിനെന്താ ചെയ്യേണ്ടത്, എന്താണോ നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കേണ്ടത് അല്ലെങ്കിൽ കോപ്പി ചെയ്യേണ്ടത് ആ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആവാം. സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കണം. റൈറ്റ് ക്ലിക്ക് എടുത്ത് കോപ്പിയും എടുക്കാം. അതിൽ നമുക്ക് കോണ്ടെക്സ്റ്റ് മെനു, അത് നമ്മുടെ മെനു ഓപ്ഷനിൽ നിന്നും കോപ്പി എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, എവിടെയാണോ ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ ലൊക്കേഷനിൽ ചെന്നിട്ട് കേഴ്സർ ക്ലിക്ക് ചെയ്യുക. അവിടെ ചെന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. കട്ടാണെങ്കിലും കോപ്പി ആണെങ്കിലും പേസ്റ്റ് ചെയ്യാൻ ഒരേ ഒരു മെത്തേഡാണ് Ctrl+C അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ്. നമ്മൾ വേർഡ് പ്രോസസ്സറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ 2 ഓപ്ഷൻസാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് യൂസിങ് ബാക്ക് സ്പേസ് കീ ആൻഡ് അദർ വൺ ഈസ് യൂസിങ് ഡിലീറ്റ് കീ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 കീസ്? സോ നമ്മൾ കേഴ്സർ നിൽക്കുന്ന പൊസിഷനിൽ നിന്നാണ് ഡിലീഷൻ നടക്കുന്നത്. സോ wherever the cursor is placing now, from that position if you are pressing the backspace key it will move to the left side. കേഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ബാക്ക്വേർഡ് മോഷനിൽ ഡേറ്റാസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് കീ ആണെങ്കിലോ എവിടെയാണോ കേഴ്സർ പ്രസ് ചെയ്തത് അവിടെ നിന്ന് നമ്മൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ കേഴ്സറിൻ്റെ പൊസിഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ളതെല്ലാം 1 by 1 ആയിട്ട് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും വേർഡിലോ അല്ലെങ്കിൽ പ്രസൻറ്റേഷനിലോ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. രണ്ടിൻ്റെയും യൂസേജ് ക്ലിയർ ചെയ്യുക, ബാക്ക് സ്പേസിൻ്റെ ഡിലീറ്റ് കീയുടെ. ഇപ്പോൾ ഒരു കേഴ്സർ പൊസിഷൻ ഉണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ബാക്ക് സ്പേസ് കീ പോവും. റൈറ്റ് സൈഡിലെ കണ്ടൻസിന് ഓരോന്നും കളയുന്നതാണ് ഡിലീറ്റ്. ഓക്കെ, പിന്നെയുള്ള 2 ഓപ്ഷൻസാണ് അൺഡു, റീഡു. ഇത് നമ്മൾ നേരത്തെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് തോന്നിയാൽ ഇത് ഈ ടെക്സ്റ്റ് ഇവിടെ വരേണ്ടതല്ല, വേറെ സ്ഥലത്ത് വരണ്ട, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഒരു സ്റ്റെപ്പ് മാത്രം ഡിലീറ്റ് ചെയ്യാം. നേരത്തെയുള്ള കണ്ടൻസ് ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാത്രം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഡു ചെയ്യുന്നത്. ഇതിന് അൺഡു ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിയല്ല നമുക്ക് ആ കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ റീഡു ചെയ്യാം. അപ്പോൾ അതിന് ഷോർട്ട് കട്ട് കീസാണ് Ctrl+Z ഫോർ അൺഡു ആൻഡ് Ctrl+Y ഫോർ റീഡു.
അതിന് സിമ്പിൾസും കൂടിയാണ്. ഇതാണ് നമ്മുടെ അൺഡു സിമ്പിൾ, ഇത് റീഡു സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്തോ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റ് വന്നു. അപ്പോൾ അൺഡു കൊടുത്താൽ ആ കണ്ടൻറ്റ് അവിടെ നിന്ന് പോകും. തൊട്ട് പുറകിലുള്ളത് കുറച്ച് ഡീറ്റെയിൽസോടെ കാണും. ബാക്കിലൊക്കെ ഉള്ളത് മാറ്റണം എന്നുണ്ടെങ്കിൽ അൺഡു കൊടുക്കുക. ഇനി അത് വീണ്ടും തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീഡു കൊടുക്കുക. ഈ ബട്ടൺസ് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ഈ ബട്ടൺസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ടും അല്ല, വേറൊരു മെത്തേഡുണ്ട്. എഡിറ്റ് ചെയ്യുന്ന അൺഡും റീഡും കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ നമ്മൾ ടെക്സ്റ്റ് അൺഡും റീഡും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പം ഇങ്ങനെ പ്രസൻറ്റേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി പ്രസൻറ്റേഷൻ വ്യൂ ചെയ്യണം. അങ്ങനെ പ്രസൻറ്റേഷൻ വ്യൂ ചെയ്യുന്നതിന് എന്താണ്, നമുക്കിപ്പോൾ ചില സമയത്ത് പ്രസൻറ്റേഷൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്ത് കാണിക്കണം, കുറച്ചുകൂടെ സൈസ് വേണം എന്നൊക്കെ തോന്നാറില്ലേ? അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് സൂം ആൻഡ് വ്യൂ എന്ന് പറയുന്ന ലേഔട്ട് യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ വിൻഡോ. ഇതിൽ നമുക്ക് ഈ സൂം ഫാക്ടർ എന്ന് പറയുന്ന ഏരിയയിൽ ഇതിലേത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഓക്കെ കൊടുക്കണം. ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത്? വ്യൂ ടാബിൽ നിന്നാണ് നമ്മൾ സൂം ആൻഡ് വ്യൂ ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നത്. ആ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ബോക്സ് വരും. ഇതിൽ നിന്ന് ഒപ്റ്റിമലുണ്ട്, ഫീഡ് വിത്ത് ആൻഡ് ഹൈറ്റ്, ഫീഡ് വിത്ത് ആൻഡ് പെർസെൻറ്റേജ് വേരിയബിൾ. ഇതിലേതെങ്കിലും ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ വേരിയബിൾ വാല്യൂ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു സൂം സ്ലൈഡർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈനസ് സിമ്പിളും ഉണ്ട്, പ്ലസ് സിമ്പിളും ഉണ്ട്. കൂടുതൽ സൂം ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രസ് ഇറ്റ് ഓൺ ദി പ്ലസ് സിമ്പിൾ. ഇഫ് യു വാണ്ട് ടു സൂം ഔട്ട് ഫ്രം ദാറ്റ് പൊസിഷൻ വി ക്യാൻ പ്രസ് ഓൺ ദി മൈനസ് സിമ്പിൾ. പ്ലസും മൈനസും സൂം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അതിനെയാണ് വർക്ക് സ്പേസ് വ്യൂ എന്ന് പറയുന്നത്. അതുതന്നെ different types of views are there in our presentation. So these views are normal, outline, notes, slide sorter, slide master, notes master, handout master. Okay, these types of views are available in our digital presentation or the LibreOffice Impress. ഇതിൽ ഓരോ വ്യൂസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നോർമൽ വ്യൂ. ആ പേര് കാണിക്കുന്ന പോലെ എന്താ, സാധാരണ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതിനെയാണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തെടുക്കുന്ന സ്ലൈഡ് എങ്ങനെയാണോ നമ്മൾ വിസിബിൾ ആയിരിക്കുന്നത്, വിച്ച് ഈസ് കോൾഡ് എസ് നോർമൽ വ്യൂ. പ്രത്യേകിച്ച് വേറെ ചേഞ്ചസ് ഒന്നും അതിലില്ല. നമ്മൾ എങ്ങനെയാണോ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തത് അതേപോലെ തന്നെ കാണുന്നതാണ് നോർമൽ വ്യൂ. ഓക്കെ, അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫോർമാറ്റ് ആൻഡ് ഡിസൈൻ ആൻഡ് ടു ആഡ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ എഫക്ട്സ്. ഇവിടെയാണ് നമ്മൾ എല്ലാ കണ്ടന്റും ടൈപ്പ് ചെയ്യുന്നതും എല്ലാ ഫോർമാറ്റ് ചെയ്യുന്നതുമൊക്കെ ഈ നോർമൽ വ്യൂയിലാണ്. അല്ലാതെ വേറൊരു വ്യൂവിൽ നമുക്കിങ്ങനെ എഡിറ്റിങ്ങും ആഡിങ്ങും ഒന്നും പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഔട്ട്ലൈൻ വ്യൂ. ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത് എല്ലാ സ്ലൈഡ്സിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരുന്ന വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ. അത് നമുക്ക് എന്താണ് എഡിറ്റിംഗ് ഒന്നും പറ്റില്ല. So only the text contained in each slide is displayed inside the workspace. ഓരോ സ്ലൈഡിലും എന്ത് കണ്ടൻറ്റ് ഉണ്ടോ അത് മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കുള്ളൂ. ഓക്കെ, ഇറ്റ് ഡിസ്പ്ലേസ് ദ സ്ലൈഡ് ടെക്സ്റ്റ് ഇൻ ദ ഫോം ഓഫ് എ സ്ട്രക്ചർ. സ്ലൈഡിലെ ടെക്സ്റ്റ് ഒരു സ്ട്രക്ചർ ഫോമാറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത്രയും മാത്രമേ ഔട്ട്ലൈൻ വ്യൂവിലുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് നോട്ട്സ് വ്യൂ എന്ന് വെച്ചാൽ എന്താ, ഇതിൽ നമുക്ക് സ്ലൈഡിൻ്റെ ഒപ്പം കുറച്ച് നോട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട്സ് വ്യൂ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദി പ്രസൻറ്റർ. ഇഫ് ഐ ആം പ്രസൻറ്റിങ് എ പ്രസൻറ്റേഷൻ ഐ ക്യാൻ ആഡ് സം നോട്ട്സ് ടു ഈച്ച് സ്ലൈഡ് വിച്ച് ഈസ് നോട്ട് വിസിബിൾ ടു ദി ഓഡിയൻസ്. നമ്മൾ ആഡ് ചെയ്യുന്ന നോട്ട്സ് വ്യൂവിൽ ആഡ് ചെയ്യുന്ന നോട്ട്സ് ഓഡിയൻസിന് വിസിബിൾ ആയിരിക്കില്ല, പക്ഷേ പ്രസൻറ്ററിന് കാണാൻ പറ്റും. ആരാണോ പ്രസൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്യുന്നത് അയാൾക്ക് പ്രസൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ നോട്ട്സ് വ്യൂവിൽ ആഡ് ചെയ്യാം. ഇത് പ്രസൻറ്റേഷൻ സമയത്ത് അയാൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, പക്ഷേ ഓഡിയൻസ് ഇത് കാണുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളതാണ് നോട്ട്സ് വ്യൂ. നെക്സ്റ്റ് വൺ ഈ സ്ലൈഡ് സോർട്ടർ വ്യൂ. സ്ലൈഡ് സോർട്ടർ വ്യൂ എന്താ, നമ്മൾ ഈ പേരിൽ സോർട്ട് ചെയ്ത് അതായത് എല്ലാ സ്ലൈഡ്സും ഒരു സോർട്ടഡ് ഫോമാറ്റിൽ കാണിക്കുന്നു. 1, 2 നമ്മൾ ആഡ് ചെയ്ത അതേ ഫോമാറ്റിൽ തന്നെ എല്ലാ സ്ലൈഡ്സിനെ കാണാൻ പറ്റുന്ന വ്യൂ ആണ് സ്ലൈഡ് സോർട്ടർ വ്യൂ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ദ സ്ലൈഡ് കംപ്ലീറ്റ്സ്. എത്ര സ്ലൈഡ്, ഇപ്പോൾ നമ്മൾ 10 സ്ലൈഡ് ആയിക്കോട്ടെ, 2 സ്ലൈഡ്സ് ആയിക്കോട്ടെ, 20, 25 സ്ലൈഡ്സ് ആയിക്കോട്ടെ, ഹൗ മച്ച് ടൈം വി ആർ ക്രിയേറ്റിംഗ്, ഓൾ ദ സ്ലൈഡ്സ് ഷുഡ് ബി
viewed in a one space. എല്ലാം കൂടെ ഒരു സ്പേസിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് കാണിക്കുന്നത് തന്നെയാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്ലൈഡ് സോർട്ടർ വ്യൂവിൻ്റെ അഡ്വാൻറ്റേജ്? ഇപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്ലൈഡിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ റീഅറേഞ്ച് ഇറ്റ് ദാറ്റ് ബൈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അപ്പോൾ സെക്കൻഡ് സ്ലൈഡിൻ്റെ പൊസിഷൻ ആക്ച്വലി 10th ആയിരുന്നു. ആ സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. നമുക്ക് കണ്ടൻറ്റ് പിന്നീട് അറേഞ്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിവിടെ വരണ്ട, 10th പൊസിഷനിൽ കൊടുത്തതായിരിക്കും ബെറ്റർ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്ലൈഡ്സും കാണാം. അപ്പോൾ ഈ സ്ലൈഡിൽ പിടിച്ചുകൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക 10th പൊസിഷനിലേക്ക്, 10th ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടാക്കാം. അങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സ്ലൈഡ്സ് റിലേറ്റഡ്. ഇനി നമ്മൾ സ്ലൈഡിൽ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്യാം എന്നാണ് നോക്കാം. ഇതൊക്കെ നമ്മൾ വേർഡിലും എല്ലാവർക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ടെക്സ്റ്റിൽ ഫോർമാറ്റ്സ് ഉള്ളത്, ഇതെടുക്കുന്ന എവിടെ നിന്നാണ്? ഫോർമാറ്റ് എന്നൊരു മെനു ഉണ്ട്, അതിൽ നിന്ന് ടെക്സ്റ്റ് എടുക്കാം. ഓക്കെ, സോ ദീസ് ആർ ദി ഫോർമാറ്റിംഗ് വിച്ച് ആർ നോർമലി ഡൂയിങ് വിത്ത് ദി ടെക്സ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് ഫോണ്ട് നെയിം. എന്താ, പല ടൈപ്പ് ഫോണ്ട് നെയിം ഈ ആരോയിൽ പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫോണ്ട് ടൈപ്സ് ഉണ്ട്. അതെല്ലാം ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത്, സെലക്ട് ദ പെർട്ടിക്കുലർ ഫോണ്ട് ടൈപ്പ്, ദാറ്റ് ചേഞ്ചസ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി അപ്പിയേഴ്സ് ഓൺ ദ ടെക്സ്റ്റ്. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് എവിടെയാണോ നമുക്ക് ഈ ഫോർമാറ്റിംഗ് നടത്താനുള്ളത് ടെക്സ്റ്റ് ആദ്യം സെലക്ട് ചെയ്യണം, എന്നിട്ട് വേണം ഈ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ, എന്നാലേ അതിൽ എഫക്ട്സ് വരുള്ളൂ. ഓക്കെ, അപ്പം ഏത് ഫോണ്ട് വേണോ ആ പേര് നമുക്കിതിന്ന് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ഫോണ്ട് സൈസ്. അതായത് ഇതിൻ്റെ സൈസ് വലുതാക്കാം ചെറുതാക്കാം, അതിന് വേണ്ടിയിട്ടാണ് ഫോണ്ട് സൈസ്. ഇനി ഇതുപോലെ അതേ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഇവിടെയുണ്ട്. അത് ഇങ്ങനെ മുകളിലേക്ക് ഒരു ആരോ കാണിച്ചു, താഴേക്ക് ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്കുള്ള ആരോ ഇൻക്രീസ് ചെയ്യും, അത് ഡൗൺവേർഡ് ആരോ വിൽ ഡിക്രീസ് ദി ഫോണ്ട് സൈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. ഇതൊക്കെ എപ്പോഴാണ് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഹെഡിങ് ഒക്കെ എഴുതുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അത് ബോൾഡാക്കും, ചിലപ്പോൾ ഇറ്റാലിക്സിൽ എഴുതും, അണ്ടർലൈനും കൊടുക്കും. ഇനി ഇങ്ങനെ ടെക്സ്റ്റിൻ്റെ ഒപ്പം ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ കൂടെ വരയ്ക്കുന്നതിനെയാണ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അത് കട്ട് ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ആ പോർഷൻ ഇല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഫോണ്ടിൽ വരുന്നതാണ് ഫോണ്ട് കളർ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ആർ ദേ. നമുക്ക് കോമ്പിനേഷൻസ് ഒക്കെ എടുക്കാം കളേഴ്സിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഐക്കണുള്ളത്. പിന്നെ ടെക്സ്റ്റിൻ്റെ 4 ടൈപ്സ് അലൈൻമെൻ്റ് ആണുള്ളത്. ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, ജസ്റ്റിഫൈഡ്. ലെഫ്റ്റ് ആണെങ്കിൽ എല്ലാ ടെക്സ്റ്റും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ അലൈൻഡ് ആയിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡ് പ്രോപ്പർ ആയിരിക്കില്ല, ഇങ്ങനെ ലെങ്ത് കൂടിയതും കുറഞ്ഞതൊക്കെ കാണും. സെൻറ്റർ ആണെങ്കിൽ കറക്റ്റ് സെൻറ്റർ പൊസിഷനിൽ വരും. റൈറ്റ് അലൈൻമെൻറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് അലൈൻമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് അലൈൻ ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ലെങ്ത് ഉള്ളതും കുറഞ്ഞതൊക്കെ ആയിട്ട് 2 ടൈപ്പൊക്കെ പല ടൈപ്പിൽ ലൈൻസ് ഉണ്ടാവും. ജസ്റ്റിഫൈഡ് ആണെങ്കിൽ എന്തില്ല, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ അലൈൻഡ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ഏതായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റിഫൈഡ് ആയിരിക്കും. 2 സൈഡ് ഒരുപോലെ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് ടെക്സ്റ്റ് വായിക്കാനും അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് കാണാനും ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഏത് അലൈൻമെൻറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ എല്ലാത്തിൻ്റെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫോണ്ട് നെയിം, സൈസ്, ഇൻക്രീസ് ഫോണ്ട് സൈസ്, ഡിക്രീസ് ഫോണ്ട് സൈസ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ. അതൊരു ലൈനിങ്ങിന് ടെക്സ്റ്റിൻ്റെ നടുക്കൂടെ വരും. പിന്നെയുള്ള 2 സൂപ്പർ സ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ്. ഇതെന്താ, എന്തെങ്കിലും നമ്മൾ മാത്സിലൊക്കെ കണ്ടു കാണും, ഇങ്ങനെയുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതേണ്ടി വരും. മാത്സിലോ സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സിലൊക്കെ A⁻B എന്ന് കാണിക്കുന്നതിനാണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിന് അവിടെ ഒരു ഓപ്ഷനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് കീ ഏതാണ്? Shift+Ctrl+P സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ. ഇനി ഇത് താഴേക്ക് ഇറങ്ങി വരുന്നതിനാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാ? Shift+Ctrl+B. ഓക്കെ, അങ്ങനെ സൂപ്പർ സ്ക്രിപ്റ്റിലും സബ്സ്ക്രിപ്റ്റിലും ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മെനുവിൽ നിന്നും സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫോണ്ട് കളറിൽ എന്താണ്, ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ പല ടൈപ്പ് ഫോണ്ട് കളേഴ്സ് ഓപ്പൺ ആയി വരും. ആ കളർ പാലറ്റിൽ നിന്ന് നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന കളർ ടെക്സ്റ്റിൽ അപ്പിയർഡ് ആവും. ഓക്കെ, അതുപോലെ ഹൈലൈറ്റ് ചെയ്യാം. നമ്മൾ ഈ
ഹൈലൈറ്റർ പെൻ വെച്ച് നോട്ട്ബുക്കിലൊക്കെ വരയ്ക്കുന്ന പോലെ നമുക്ക് ഈ പ്രസൻറ്റേഷനിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ആരോയിൽ പ്രസ് ചെയ്താൽ പല കളേഴ്സ് വരും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി പല ടൈപ്പ് അലൈൻമെൻറ്റ്സ് നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ജസ്റ്റിഫൈഡ് ഐക്കൺസ് ഉണ്ട്. ഏതാണോ നമ്മുടെ ടെക്സ്റ്റിന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ വരുന്ന സംഭവമാണ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്. കണ്ടോ, ഇതുപോലെ നമുക്കിപ്പോൾ സബ് പോയിൻറ്റ്സ് റൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് കൊടുത്ത് ചെയ്യാം. അപ്പോൾ അതുപോലെ ഫോമാറ്റിൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ഉണ്ട്. അതിലിങ്ങനെ കുറേ ഫോർമാറ്റ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യുക. എന്നിട്ട് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് പോയിൻറ്റ്സ് ടൈപ്പ് ചെയ്യും. ഓക്കെ, ഇനി അതിൽ ബുള്ളറ്റ്സിൽ തന്നെ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്ങിൽ ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതായത് ബുള്ളറ്റ് ഫോർമാറ്റിൽ ഡോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾസോ ഒക്കെ യൂസ് ചെയ്യും. പിന്നെ നമ്പറിങ്ങിൽ തന്നെ പല മെത്തേഡ്സ്, അതുപോലെ ഇമേജ് ഉണ്ട്, പൊസിഷൻ ഉണ്ട്, കസ്റ്റമൈസ് ഉണ്ട്. ഇങ്ങനെ പല ഓപ്ഷൻസ് അതിലുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ചെയ്യാൻ ഇത്രയാണ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്ങിലുള്ളത്. പിന്നെ നമുക്ക് ഈ പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഫീച്ചേഴ്സാണ് ഇൻക്രീസ് പാരഗ്രാഫ് സ്പേസിങ്, ഡിക്രീസ് പാരഗ്രാഫ് സ്പേസിംഗ് ആണ് ഫീച്ചർ. പിന്നെ ഉള്ളതാണ് ലൈൻ സ്പേസിങ്. പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് പാരഗ്രാഫിലുള്ള സ്പേസിങ്ങും ലൈനിൻ്റെ സ്പേസിങ്ങും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഫോമാറ്റിലുണ്ട്. സെലക്ട് ചെയ്യുക. ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദ സ്പേസിങ് യു ക്യാൻ ഗിവ് ദ വാല്യൂസ് ഓർ യു ക്യാൻ സെലക്ട് ദാറ്റ് already predefined value from that list text or the list. Okay, and already ഇങ്ങനെ കുറേ വാല്യൂസ് അതിലുണ്ട്. സ്പേസിങ് 1.15 1.52 എന്നൊക്കെ. ഇത് നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അതുപോലെ ലൈൻ സ്പേസ് സിംഗിൾ വേണോ ഡബിൾ വേണോ അങ്ങനെയുള്ള ഫോം ഇതിങ്ങനെ ഓരോ ഓപ്ഷൻസ് എടുക്കുമ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ടെക്സ്റ്റിൻ്റെ ഫോമാറ്റിങ് കാര്യങ്ങൾ. ഇനി നമുക്ക് ടേബിൾസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ നമ്മുടെ ടെക്സ്റ്റിൻ്റെ PDF ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. നിങ്ങളത് എടുത്ത പോർഷൻസ് വായിക്കുക. സിമ്പിളാണ്. പ്രത്യേകിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നവർ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സ്കൂളിൽ വരുമ്പോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.